Okay, today we have the topic completeness and minimum variance unbiased estimator, Kramerov inequality, minimum variance bounded estimator, etc. Okay, some topics. So first one, completeness. Okay, what do you mean by completeness in statistic? Let x1, x2, etc. xn denote a random sample from a population with density of function f of x theta, and let t equal to t of x1, x2, etc. xn be a statistic. Then t is said to be complete for theta if and only if the only unbiased estimator of theta, that is a function of t, is the statistic that is identically 0 with the probability 1. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക് നമ്മളുടെ ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റി പോപ്പുലേഷൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ടീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് ടി നമ്മൾ ചൂസ് ചെയ്തു. ആ ടി ആണ് സ്റ്റാറ്റിസ്റ്റിക് ഒരു കംപ്ലീറ്റ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് ഫോർ ദ പാരാമീറ്റർ ടീറ്റ വരണമെങ്കിലുള്ള കണ്ടീഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ആ ടീറ്റയുടെ ഒരു അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കണം ടി, വിച്ച് മീൻസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എടുത്താൽ നമുക്ക് ടീറ്റ കിട്ടണം. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് t is the statistic that is identically 0 with the probability 1. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഒരു ഫംഗ്ഷൻ എടുത്താൽ വിച്ച് ഈസ് ഐഡൻറ്റിക്കലി 0 ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി നമുക്ക് 1 കിട്ടും. വേണം ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് x1, x2, etc. xn be a random sample from the Bernoulli distribution. നമുക്കറിയാവുന്നതാണ് എന്താണ് Bernoulli distribution. In Bernoulli distribution we have only two possibilities, either success or failure. ഓക്കെ, അപ്പോൾ ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അവിടുത്തെ നമ്മുടെ PDF എന്താണ് എഫ് ഓഫ് എക്സ് പി. P means probability of success and 1 minus P, which means Q, that is the probability of failure ആണ്. P raised to x into 1 minus P all raised to 1 minus x, where x varies between 0 and 1 ആണ്. Then the statistic T equal to summation xi is a complete sufficient statistic for P. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ ടി കൂടെ നമ്മൾ സമ്മേഷൻ എക്സ് എടുത്താൽ എന്താണ് അതൊരു കംപ്ലീറ്റ് സഫീഷ്യൻറ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയി നമ്മളുടെ പാരാമീറ്റർ പിക്ക് വരാം. Next example, let x1, x2, etc. xn be a random sample of size n from the population n of mu1. What do you mean by n of mu1? Which is normal distribution with mean, mu and standard deviation, or the variance is equal to 1 ആയിരിക്കും. Then t equal to xi is a complete statistic for the പാരാമീറ്റർ mu നമുക്ക് പറയാൻ പറ്റും. ഏതൊരു എക്സ് എടുത്താലും എന്തായിരിക്കും അതൊരു കംപ്ലീറ്റ് പാരാമീറ്റർ ആയിരിക്കും. ഓക്കെ, then next example, suppose x1, x2, etc. xn is a random sample taken from the population n of 0 theta. What do you mean n of 0 theta? Which mean equal to 0 and variance theta ആണ് ഇവിടെ വരുന്നത്. Then t equal to xi is not a complete statistic for theta, but t equal to xi score is a complete statistic for the parameter theta. അപ്പോൾ t equal to എക്സ് ഐ ഇവിടെ നിലവിൽ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എൻ ഓഫ് 0 തീറ്റയാണ്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയിരിക്കില്ല. പക്ഷേ ടി കൂടെ എക്സ് ഐ സ്കോർ എടുത്താൽ അതൊരു കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് വരും. സോ ഒരു സ്റ്റാറ്റിസ്റ്റിക് കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയുള്ള കണ്ടീഷൻ നോക്കി വെക്കുക. ഇഫ് ദ ടി ഈസ് ടു ബി എ കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോർ ദി പാരാമീറ്റർ തീറ്റ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് അൺബിയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കണം, ആൻഡ് which is a function of t, which is a statistic that is identically 0 and with probability 1 ആയിട്ട് വരും വേണം. ക്ലിയർ? നെക്സ്റ്റ് അവർ ടോപ്പിക് ഇസ് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എസ്റ്റിമേറ്റർ അൺബയാസ്ഡ് ആയിരിക്കണം, അതിന് മിനിമം വേരിയൻസ് ഉണ്ടാവാൻ പാടുള്ളൂ. സോ വാട്ട് യു മീൻ ബൈ മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ? വി സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് MVU estimators. Okay, let x1, x2, etc. xn be a random sample from the population with the PDF f of x theta. ഓക്കെ, നമ്മളൊരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് പോപ്പുലേഷൻ അതിൻ്റെ എഫ് ഓഫ് എക്സ് തീറ്റ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിൻ്റെ PDF ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ലെറ്റ് ടി ക്യാപ് which is equal to theta cap equal to t of x1, x2, etc. xn be an estimator of theta such that expectation of theta cap equal to theta. ഇപ്പോൾ വാട്ട് യു മീൻ ബൈ എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ ക്യാപ്പ് ഈക്വൽ തീറ്റ പറഞ്ഞാൽ ഈ തീറ്റ ക്യാപ്പ് എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റർ എന്തായിരിക്കും? വിച്ച് ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ തീറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് തീറ്റ ക്യാപ്പ് ഈസ് അൺബയാസ്ഡ് ഫോർ തീറ്റ. സെക്കൻഡ് കണ്ടീഷൻ, വേരിയൻസ് ഓഫ് തീറ്റ ക്യാപ്പ് ഈസ് ലെസ് ദാൻ ദി വേരിയൻസ് ഓഫ് എനി അതർ എസ്റ്റിമേറ്റർ സാറ്റിസ്ഫൈങ് 1. അപ്പോൾ അത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിട്ട് വരുന്ന
ഏതൊരു എസ്റ്റിമേറ്ററിൻ്റെയും വേരിയൻസ് എന്തായിരിക്കണം, ഈ തീറ്റ ക്യാപ്പിനേക്കാളും ചെറുതായിരിക്കണം. തീറ്റ ക്യാപ്പിൻ്റെ വേരിയൻസ് ആയിരിക്കണം ഏറ്റവും ചെറുത് വരേണ്ടത്. വേറെ ഏതൊരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എടുത്താലും ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് തീറ്റ ക്യാപ്പ് ഈസ് ലെസ് ദാൻ ദി വേരിയൻസ് ഓഫ് എനി അതർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കാണ് നമ്മൾ അവിടെ എസ്റ്റിമേറ്റർ ആയിട്ട് ചൂസ് ചെയ്തത് എങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഡിനോട്ട് ചെയ്യുക MVU. ഓക്കെ, അപ്പോൾ മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആവുള്ള കണ്ടീഷൻ എന്താണ്, ഒന്ന് അത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ എടുത്ത സ്റ്റാറ്റിസ്റ്റിക് ആയിരിക്കും ഏറ്റവും മിനിമം വേരിയൻസ് ഉണ്ടാകേണ്ടതും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. എസ്റ്റിമേറ്റ് ലാംഡ ഇൻ ദി പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്താണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ മീനി വേരിയൻസ് കുറേ പ്രോപ്പർട്ടീസ് മൊമെൻറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ നമ്മൾ അതിന് ഡിനോട്ട് എക്സ് ഫോളോസ് പി ഓഫ് ലാംഡ ആയിട്ട് നമ്മളതിനെ ഡിനോട്ട് ചെയ്യാറ്. സോ എഫ് ഓഫ് എക്സ് ലാംഡ ഈക്വൽ എന്താണ്, ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. നമ്മുടെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഒരു എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്, എക്സ് ഇസ് ഈക്വൽ ടു 0 1 2 3 എക്സെട്ര എടുക്കും. ദെൻ എഫ് ഓഫ് എക്സ് ലാംഡ ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ദി ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, വാട്ട് യു മീൻ ബൈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്തായിരുന്നു, നമുക്ക് അതിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആക്കി തന്നെ മാറ്റാൻ പറ്റണം. ഒന്നെന്തായിരിക്കണം, നമ്മുടെ പാരാമീറ്റർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കണം, മറ്റേത് അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ ആയിരിക്കണം. സോ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മളിവിടെ ക്യാപിറ്റൽ എല്ലിൽ ചൂസ് ചെയ്ത് എന്താണ്, ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് ചൂസ് ചെയ്താൽ മതി. സോ ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ ഇ റേസ് ടു മൈനസ് ലാംഡ കോൺസ്റ്റൻ്റ് ആണ്, ഒരു കോൺസ്റ്റൻ്റ് നമ്മൾ n ടൈംസ് പ്രൊഡക്റ്റ് എടുക്കാൻ എന്താണ് ഓൾ റേസ് ടു n വരും. സോ ഇ റേസ് ടു മൈനസ് n ലാംഡ, ലാംഡ റേസ് ടു എക്സിന് നമ്മൾ n ടൈംസ് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കണം, അപ്പോൾ എക്സ് അവിടെ അങ്ങനെ കൂടി വരും. സോ ലാംഡ റേസ് ടു സമ്മേഷൻ xi ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് xi വരും. ക്ലിയർ? ദെൻ അതിൻ്റെ ലോഗ് നമ്മൾ എടുക്കുക, ഈ ക്യാപിറ്റൽ അല്ല ലൈക്ലിഹുഡ് ഫംഗ്ഷൻ്റെ ലോഗ് എടുക്കുമ്പോൾ ഒരു ലോഗ് ഓഫ് ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു സമ്മേഷൻ xi ബൈ പ്രൊഡക്റ്റ് xi ഫാക്ടോറിയൽ. ക്ലിയർ? ദെൻ ലോഗ് ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു സമ്മേഷൻ xi നമുക്കറിയാവുന്നതാണ്. ലോഗ് ഓഫ് എ ബൈ ബി എന്തായിരുന്നു, ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്, ലോഗിൻ്റെ പ്രോപ്പർട്ടീസ്. സോ ലോഗ് എ മൈനസ് ലോഗ് ബി ആയിട്ട് ഇത് നമ്മൾ എ ആയിട്ട് ചൂസ് ചെയ്യുക, ഡിനോമിനേറ്റർ ബി ആയിട്ട് ചൂസ് ചെയ്യുക. സോ വി ഗെറ്റ് ലോഗ് ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു സമ്മേഷൻ xi മൈനസ് ലോഗ് പ്രൊഡക്റ്റ് xi ഫാക്ടോറിയൽ. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഇത് ലോഗ് എ ഇൻറ്റു ബി ആണ് ഫോമിലാണ് കിടക്കുന്നത്. സോ ലോഗ് എ ഇൻറ്റു ബി ആണ് എന്താണ്, ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ദാറ്റ് ഈസ് ലോഗ് ഇ റേസ് ടു മൈനസ് ലാംഡ പ്ലസ് ലോഗ് ലാംഡ റേസ് സമ്മേഷൻ xi മൈനസ് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊഡക്റ്റ് ഓഫ് xiനെ നമ്മൾ അതിൻ്റെ ലോഗ് എടുക്കുന്നത്. സോ ലോഗ് ഓഫ് xi x1 ഫാക്ടോറിയൽ പ്ലസ് x2 ഫാക്ടോറിയൽ x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ എക്സെട്ര xn ഫാക്ടോറിയൽ ആണ്. സോ ലോഗരിതമിക്കിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാവുന്നതാണ്. ലോഗ് എ ബൈ ബി അല്ലെങ്കിൽ ലോഗ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ലോഗ് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര xm വരെ ഉണ്ട്. അപ്പോൾ അത്രയും സാധനങ്ങളുടെ പ്രൊഡക്റ്റ് എടുക്കാൻ എന്താണ് നമുക്ക് അതിൻ്റെ സമ്മേഷനാക്കി മാറ്റാൻ പറ്റും. ദാറ്റ് ഈസ് സമ്മേഷൻ i ഈക്വൽ ടു 1 to n ലോഗ് xi ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ലോഗും എക്സ്പൊണൻഷ്യലും ആൻറ്റി ഓപ്പറേഷൻസ് ആയതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. സോ വി ഗെറ്റ് മൈനസ് n ലാംഡ സമ്മേഷൻ xi ലോഗ് ലാംഡ. നമുക്ക് അവിടെ നിന്ന് കിട്ടി ലോഗ് എ റേസ് ടു ബി പറഞ്ഞാൽ ബി ലോഗ് എ ആണ്, ലോഗിൻ്റെ പ്രോപ്പർട്ടീസ്. സോ പവർ എന്ത് താഴേക്ക് സമ്മേഷൻ xi ലോഗ് ലാംഡ മൈനസ് സമ്മേഷൻ ലോഗ് xi ഫാക്ടോറിയൽ. ഇത് നമ്മൾ എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ നമ്മൾ പാർഷ്യലി ലാംഡ വിത്ത് റെസ്പെക്ട് അതിന് എന്ത് ചെയ്യാം, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ഡോ ബൈ ഡോ ലാംഡ ഓഫ് ലോഗ് എൽ ഈക്വൽ ടു ഇവിടെ എന്ത് വരും, മൈനസ് n വരും. ഇവിടെ നമ്മൾ എടുക്കും ലോഗ് ലാംഡയുടെ ഡെറിവേറ്റീവ് എന്താണ്, 1 ബൈ ലാംഡ വരും. സമ്മേഷൻ xi ബൈ ലാംഡ, ഇവിടെ ലാംഡ ടേംസ് ഇല്ല, സോ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിന് വിത്ത് റെസ്പെക്ട് ലാംഡ നമ്മൾ ഡിഫറൻഷ്യേറ്റ് എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. സോ മൈനസ് n പ്ലസ് സമ്മേഷൻ xi ബൈ n ആണ് എക്സ് ഫാക്ടോറിയൽ. സോ നമുക്ക് സമ്മേഷൻ xi നമുക്ക് n എക്സ് ഫാക്ടോറിയൽ എന്ന് കൊടുക്കുക, n എക്സ് ബാർ എന്ന് കൊടുക്കാൻ പറ്റും, ഡിവൈഡ് ബൈ ഇവിടെ എക്സ് ബാർ എന്താണ്, അതിൻ്റെ ആവറേജ് ആണ്, മീൻ ആണ്. എക്സ് ബാർ എന്നാൽ സമ്മേഷൻ xi ബൈ n ആണ്. സോ ആ n ഇൻറ്റു എക്സ് ബാർ ഡിവൈഡ് ബൈ ലാംഡ ആക്കി തന്നെ മാറ്റാൻ പറ്റും. ദെൻ n ബൈ ലാംഡ നമ്മൾ രണ്ടിൽ നിന്ന് n ബൈ ലാംഡ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇവിടെ എക്സ് ബാർ ബാക്കി ഉണ്ടായിരിക്കും, ഇവിടെ ലാംഡ ഇല്ല, പക്ഷെ നമ്മൾ n ബൈ ലാംഡ പുറത്തെടുത്താൽ വരും മൈനസ് ലാംഡ വരും. ഓക്കെ, ദെൻ ഫോർ ടി ഈക്വൽ ടു എക്സ് ബാർ വിത്ത് phi of theta equal to lambda and a of theta equal to n by lambda.
Therefore, variance of t equal to phi dash of theta by a of theta. That is, variance of x bar equal to എന്തായിട്ട് മാറും 1 by n by lambda വരും. That is, അത് ന്യൂമറേറ്റർ തിരിഞ്ഞു വരുമ്പോൾ എന്ത് വരും ലാംഡ ബൈ എൻ വരും. ഹെൻസ് എക്സ് ബാർ ഈസ് എ മിനിമം വേരിയൻസ് അൺബാസ്ഡ് എസ്റ്റിമേറ്റർ വിത്ത് വേരിയൻസ് ലാംഡ ബൈ എൻ ആയിട്ട് നമുക്ക്. അപ്പോൾ എക്സ് ബാറിന് എന്താണ്, എക്സ് ബാർ ഒരു അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അതുപോലെ തന്നെ അതിനായിരിക്കും ഏറ്റവും മിനിമം വേരിയൻസ് ഉണ്ടാവുക. വേറെ ഏതൊരു എസ്റ്റിമേറ്റർ എടുത്താലും ഈ നമ്മളെടുത്ത എക്സ് ബാറിൻ്റെ വേരിയൻസ് ആയിരിക്കും ഏറ്റവും മിനിമം വരാം. ഓക്കെ, അപ്പോൾ മിനിമം വേരിയൻസ് അൺബാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ അത് അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ആകും വേണം, അതിന് മിനിമം വേരിയൻസ് ആയിരിക്കും വേണം. ഓക്കെ, നെക്സ്റ്റ് ഒരു റൂളാണ് ക്രാമർ-റൗ ഇനീക്വാലിറ്റി. അത് നമുക്ക് ജസ്റ്റ് എന്താണ് ഡെഫിനിഷൻ മാത്രം നോക്കി പോയാൽ മതി. Let x be a continuous random variable with the probability density function f of x theta and the likelihood function L, and let t be an unbiased estimator of some function of theta, say t of theta. അപ്പോൾ നമ്മളിവിടെ എന്താ എടുത്തിട്ടുള്ളത്, ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ PDF ആണ് എഫ് ഓഫ് എക്സ് ടീറ്റ, അതിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എൽ എടുത്തു. ദെൻ ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് പാരാമീറ്റർ ടീറ്റ. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടീറ്റയാണ്, നമ്മളതിൻ്റെ എസ്റ്റിമേറ്റർ ഓഫ് സം ഫംഗ്ഷൻ ഓഫ് ടീറ്റയാണ്. അപ്പോൾ ആ ടീറ്റയുടെ ഫംഗ്ഷൻ നമ്മൾ ടോ ഓഫ് ടീറ്റ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. അപ്പം എഫ് ഓഫ് ടീറ്റ ജി ഓഫ് ടീറ്റ അങ്ങനെ എടുക്കുന്ന പോലെ ഒരു ടി ഓഫ് ടോ ഓഫ് ടീറ്റ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ദെൻ വേരിയൻസ് ഓഫ് ടി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ടോ ഡാഷ് ഓഫ് ടീറ്റ സ്ക്വയർ ബൈ എക്സ്പെക്ടേഷൻ ഓഫ് ഡോ ബൈ ഡോ ടീറ്റ ഓഫ് ലോഗ് എൽ ഹോൾ സ്ക്വയർ, വേർ എല്ലാം നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഐ ടീറ്റയാണ്. അതിൻ്റെ എല്ലാത്തിലൂടെയും പ്രൊഡക്റ്റാണ് വരിക. യൂസിങ് ദ റിസൾട്ട് എക്സ്പെക്ടേഷൻ ഓഫ് ഡോ ബൈ ഡോ ടീറ്റ ഓഫ് ലോഗൽ ഓൾ സ്ക്വയർ നമുക്ക് മൈനസ് ഡോ സ്ക്വയർ ലോഗൽ ബൈ ഡോ ടീറ്റ സ്ക്വയർ ആക്കി നമുക്ക് എഴുതാൻ പറ്റും ബൈ ദി എക്സ്പെക്ടേഷൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്. ദെൻ വി ക്യാൻ റൈറ്റ് ദി ക്രാമർ-റൗ ഇനീക്വാലിറ്റി ആസ് ക്രാമർ-റൗ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് ടി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു മൈനസ് ടോ ഡാഷ് ഓഫ് ടീറ്റ സ്ക്വയർ ബൈ എക്സ്പെക്ടേഷൻ ഓഫ് ഡോ സ്ക്വയർ ലോഗൽ ബൈ ഡോ ടീറ്റ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ട് നോട്ട്സ് വരുന്നുണ്ട്. നോട്ട് 1, ദി എക്സ്പെക്ടേഷൻ ഓഫ് ഡോ സ്ക്വയർ ലോഗൽ ബൈ ഡോ ടീറ്റ സ്ക്വയർ ഗീവ്സ് ദി എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ ഓഫ് ടീറ്റയുടെ ഇൻഫോർമേഷൻ അത് തരും, സപ്ലൈഡ് ബൈ ദി സാമ്പിൾ x1 x2 എക്സെട്ര xn ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ഐ ഓഫ് ടീറ്റ. ഈ ഇതിൻ്റെ ടീറ്റയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ തരുന്നതാണ് എക്സ്പെക്ടേഷൻ ഓഫ് ഡോ സ്ക്വയർ ലോഗൽ ബൈ ഡോ ടീറ്റ സ്ക്വയർ എന്നാണ്. നെക്സ്റ്റ് നോട്ട്, ഇഫ് ടി ഈക്വൽ ടു ടീറ്റ ദെൻ ടോ ഓഫ് ടീറ്റ ഈക്വൽ ടു ടീറ്റ ആൻഡ് ടോ ഡാഷ് ഓഫ് ടീറ്റ ഈക്വൽ ടു 1, ദെൻ വി ഹാവ് വേരിയൻസ് ഓഫ് ടി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഡോ ലോഗൽ ബൈ ഡോ ടീറ്റ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ എക്സ്പെക്ടേഷൻ ഓഫ് ഡോ സ്ക്വയർ ലോഗൽ ബൈ ഡോ ടീറ്റ സ്ക്വയർ ആയിട്ട് നമുക്ക് അതിന് എഴുതാൻ പറ്റും. ബിക്കോസ് എക്സ്പെക്ടേഷൻ ഓഫ് ഡോ ലോഗൽ ബൈ ഡോ ടീറ്റ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് മൈനസ് ഓഫ് ഡോ സ്ക്വയർ ലോഗൽ ബൈ ഡോ ടീറ്റ സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റും. ക്ലിയർ. നെക്സ്റ്റ് വരുന്നതാണ് മിനിമം വേരിയൻസ് ബൗണ്ടഡ് എസ്റ്റിമേറ്റ്. മിനിമം വേരിയൻസ് ബൗണ്ടഡ് എസ്റ്റിമേറ്റ്, നമുക്കതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് മാത്രമേ നോക്കാനുള്ളൂ. ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് എഫ് ഓഫ് എക്സ് ടീറ്റ ആൻഡ് ലെറ്റ് ടി ബി ആൻ അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് സം ഫംഗ്ഷൻ ഓഫ് ടീറ്റ സേ ഡോ ടീറ്റ, ദെൻ വേരിയൻസ് ഓഫ് ടി is called minimum variance bounded for the estimator of dot theta, and the estimator attain this bound for every theta in the parameter space is known as minimum variance bounded estimator. സോ നമ്മൾ എന്ത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ നമ്മൾ ഒരു പോപ്പുലേഷൻ നമ്മൾ ചൂസ് ചെയ്ത് അതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ടീറ്റയാണ്. ദെൻ ഒരു ടി എന്ന് പറഞ്ഞാൽ അൺബാസ്ഡ് എസ്റ്റിമേറ്റ് നമ്മൾ ചൂസ് ചെയ്തു. ഈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ടീറ്റ എന്ന് പറഞ്ഞ പാരാമീറ്ററിൻ്റെ ഫംഗ്ഷൻസിൻ്റെ അൺബാസ്ഡ് എസ്റ്റിമേറ്റ് ആണ്. സോ ടിയുടെ എക്സ്പെക്റ്റേഷൻ എടുത്ത് നമുക്ക് ടോ ഓഫ് ടീറ്റ വരണം. അങ്ങനെയാണ് എങ്കിൽ ഈ ടിയുടെ നമ്മുടെ എസ്റ്റിമേറ്ററിൻ്റെ ടിയുടെ വേരിയൻസ് എന്തായിരിക്കും, മിനിമം വേരിയൻസ് ബൗണ്ടഡ് ആയിരിക്കും. ദെൻ അതിൻ്റെ ആൻഡ് ദ എസ്റ്റിമേറ്റർ അറ്റൈൻ ദിസ് ബൗണ്ട് ഫോർ എവറി ടീറ്റ, ഏതൊരു ടീറ്റ എടുക്കുന്നതാണ് ആ എസ്റ്റിമേറ്റർ ആ ബൗണ്ട് അറ്റൈൻ ചെയ്യും ഇൻ ദി പാരാമീറ്റർ സ്പേസ്. ഓക്കെ, അങ്ങനെ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ദി മിനിമം വേരിയൻസ് ബൗണ്ടഡ് എസ്റ്റിമേറ്റർ. ആൻ എസ്റ്റിമേറ്റർ ടി ഈസ് കാൾഡ് യൂണിഫോംലി മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ UMVUE of phi of theta if t dash is an unbiased for phi of theta, and for any other unbiased estimator t dash we prefer t dash to t.
ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് x1 x2 etc xn be a random sample from a normal population with unknown mean mu but known variance sigma square. Find the Kramerov lower bound for mu. നമ്മൾ എന്ത് ചെയ്തു, ഒരു നോർമൽ പോപ്പുലേഷൻ അൺനോൺ മീൻ ആയിട്ടുള്ള മ്യൂ അതുപോലെ നോൺ വേരിയൻസ് ആയിട്ടുള്ള സിഗ്മ സ്ക്വയർ ഉള്ള ഒരു പോപ്പുലേഷൻ നമ്മൾ കൺസിഡർ ചെയ്തു, നോർമൽ പോപ്പുലേഷൻ കൺസിഡർ ചെയ്തു. വി വാണ്ട് ടു ഫൈൻഡ് ദി Kramerov ബൗണ്ട് ഫോർ മ്യൂ നമുക്ക് കണ്ടുപിടിക്കണം. സോ നോർമൽ പോപ്പുലേഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് മ്യൂ നമുക്ക് നേരിട്ട് 1 സിഗ്മ റൂട്ട് 2 e raised to minus half into x minus mu all square ആയിട്ട് നമുക്ക് അതിൻ്റെ PDF എഴുതാൻ പറ്റും. എക്സ് വാരീസ് ഇൻ ബിറ്റ്വീൻ -∞ to ഇൻഫിനിറ്റി. ദെൻ അതിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ മതി. ദറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് എക്സ് മ്യൂ വരും. ദറ്റ് ഈസ് ഇവിടെ 1 സിഗ്മ റൂട്ട് 2 കോൺസ്റ്റൻ്റ് ആണ്. സോ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്തെടുക്കാൻ. ദറ്റ് ഈസ് പ്രൊഡക്റ്റ് 1 സിഗ്മ റൂട്ട് 2 e raised to minus half into x minus mu the whole square. സോ ഒരു പ്രൊഡക്റ്റിന് n ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, ഓൾ റേസ് ടു n വരും. ദറ്റ് ഈസ് 10നെ 2 തവണ മൾട്ടിപ്ലൈ 10 സ്ക്വയർ വരുന്ന പോലെ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് 1 സിഗ്മ റൂട്ട് 2 n ടൈംസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഓൾ സ്ക്വയർ ഓൾ റേസ് ടു n വരും. e raised to minus half into 2 sigma square summation xi minus mu the whole square. ഇനി ഇതിൻ്റെ ലോഗ് എടുക്കുക, ലൈക്ലിഹുഡ് ഫംഗ്ഷൻസിൻ്റെ ലോഗ് എടുക്കുക. അതിന് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ലോഗ് എൽ ഈക്വൽ ടു ലോഗരിതം ഓഫ് നമ്മൾ ഇതിൻ്റെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ലോഗ് എ ഇൻറ്റു ലോഗ് ബി ആണ് ഫോർമുല കിടക്കുന്നത്. സോ ലോഗ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗ് എ പ്ലസ് ബി ആണ് ലോഗത്തിൻ്റെ പ്രോപ്പർട്ടീസ്. സോ നമുക്ക് എന്ത് പറ്റും, ലോഗ് ഓഫ് 1 സിഗ്മ റൂട്ട് 2 ഓൾ റേസ് ടു n പ്ലസ് ലോഗ് ഇ റേസ് ടു മൈനസ് 1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ കൊടുക്കാൻ പറ്റും. ഇവിടെ നോക്കുക, ലോഗ് 1 സിഗ്മ റൂട്ട് 2 ഓൾ റേസ് ടു n അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അതിനവിടെ പോലെ നിർത്തുക. ദെൻ ഇത് ലോഗരിതം എക്സ്പൊണൻഷ്യൽ തമ്മിൽ ആൻറ്റി ഓപ്പറേഷൻ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. സോ വി ഗെറ്റ് മൈനസ് 1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. ഇനി ഇപ്പം ചെയ്ത സാധനത്തിന് എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു മ്യൂ നമ്മൾ എന്ത് ചെയ്യുക, പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ഡോ ലോഗ് എൽ ബൈ ഡോ മ്യൂ ഈക്വൽ ടു, ഇവിടെ നമ്മൾക്ക് മ്യൂ ഇല്ലാത്തത് കൊണ്ട് അതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ അതിൻ്റെ പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ എന്തായിട്ട് പോകും, 0 പോകും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ചെയിൻ റൂൾ യൂസ് ചെയ്യുക. സോ 1/2 സിഗ്മ സ്ക്വയർ കോൺസ്റ്റൻ്റ് അവിടെ നിർത്തുക. സമ്മേഷൻ xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ അതിന് ചെയ്യുമ്പോൾ എന്ത് വരും, 2 ടൈംസ് xi മൈനസ് മ്യൂ ഇൻറ്റു ഈ മ്യൂനെ കൊണ്ട് ചെയ്യുമ്പോൾ -1 വരും. സോ വി ഗെറ്റ് 0 മൈനസ് 2/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi മൈനസ് മ്യൂ ഇൻറ്റു -1. ഇവിടുത്തെ 2 ക്യാൻസൽ ചെയ്ത് പോകും. ആ മൈനസും പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. 1 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi മൈനസ് മ്യൂ. ഇനി എന്ത് ചെയ്യണം, എക്സ്പെക്ടേഷൻ ഓഫ് ഡോ ലോഗ് എൽ ബൈ ഡോ മ്യൂ ഓൾ സ്ക്വയർ. ഇപ്പോൾ തന്ന സാധനത്തിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കണം. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും, 1 സിഗ്മ റേസ് ടു 4 വരും. എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ xi മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. സോ എക്സ്പെക്ടേഷൻ ഓഫ് xi മൈനസ് മ്യൂവിൻ്റെ എന്ത് അതിൻ്റെ സമ്മേഷൻ, അതായത് x1 മൈനസ് മ്യൂ പ്ലസ് x2 മൈനസ് മ്യൂ പ്ലസ് അങ്ങനെ n ടൈംസ് നമ്മൾ സം ചെയ്യുന്നത്. സോ n ഡിവൈഡഡ് ബൈ സിഗ്മ റേസ് ടു 4 എക്സ്പെക്ടേഷൻ ഓഫ് xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ. ഈ എക്സ്പെക്ടേഷൻ ഓഫ് xi മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് x ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് x മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറഞ്ഞാൽ ഹോൾ സ്ക്വയർ എന്താണ്, അതിൻ്റെ വേരിയൻസ് ആണ്. സോ ഇതിന് പകരം നമുക്ക് വേരിയൻസ് ഓഫ് xi കൊടുക്കാൻ. ദാറ്റ് ഈസ് n ബൈ സിഗ്മ റേസ് ടു 4 വേരിയൻസ് ഓഫ് xi. വേരിയൻസ് ഓഫ് xi നമുക്കിവിടെ നോൺ വേരിയൻസ് സിഗ്മ സ്ക്വയർ തന്നിട്ടുണ്ട്. സോ അതിന് വരെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, സിഗ്മ സ്ക്വയർ എടുക്കാൻ പറ്റും. സോ ഇവിടെ സിഗ്മ റേസ് ടു 4 ഉണ്ട്, ഇവിടെ സിഗ്മ സ്ക്വയർ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ n ബൈ സിഗ്മ സ്ക്വയർ വരും. ഓക്കെ, സോ ആൾസോ ടോ ഓഫ് മ്യൂ ഈക്വൽ ടു മ്യൂ. സോ ദാറ്റ് ഈസ് ടോ ഡാഷ് ഓഫ് മ്യൂ ഈക്വൽ ടു 1. അതിൻ്റെ ടോ ഓഫ് മ്യൂ എടുത്താൽ മ്യൂ കിട്ടുന്നുണ്ട് ആൻഡ് ടോ ഡാഷ് ഓഫ് മ്യൂ 1 ആയിരിക്കും. ദസ് Kramerov ലോവർ ബൗണ്ട് ഫോർ ദി അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ ഈസ് സിഗ്മ സ്ക്വയർ ബൈ n. അതിൻ്റെ 1 സംതിങ് വരിക. സോ ഇപ്പോൾ ചെയ്തതിൻ്റെ 1 സംതിങ് വരിക. സോ സിഗ്മ സ്ക്വയർ ബൈ n. ആൾസോ ടോ ഈസ് എ മിനിമം വേരിയൻസ് ബൗണ്ടഡ് എസ്റ്റിമേറ്റർ ഫോർ ദി മ്യൂ. ക്ലിയർ? സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കൊന്നുകൂടെ എന്ത് ചെയ്യും, ക്ലിയർ ആയിട്ട് വരുമ്പോൾ കൺസെപ്റ്റ് മാത്രം നോക്കി പോവാം, ആ ഡെഫിനിഷൻസ് നോക്കി പോവാം. ക്ലിയർ?